ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വന്നിരിക്കുന്നത് ഞാൻ 7 ദിവസം ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അപ്പോൾ എനിക്കുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഷുഗർ അമിത അളവിൽ കഴിച്ചാലുള്ള ദോഷങ്ങൾ ആദ്യം പറയാം. ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ചിലർ ക്യാൻസറുകൾ, ഒബിസിറ്റി ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഷുഗർ ഒഴിവാക്കണമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഡയറ്റിലല്ലേ ഞാൻ ഷുഗറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. പക്ഷേ ഡയറ്റിലാണെങ്കിലും ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു പീസ് കേക്കൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ഒഴിവാക്കത്തില്ല, ഞാൻ കഴിക്കും. എന്നിട്ട് അടുത്ത മീലിൽ ആ കാലറി കുറച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ 7 ദിവസം ഞാൻ പൂർണ്ണമായിട്ട് ഷുഗർ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഞാൻ മിൽക്ക് പ്രൊഡക്ട്സ് ഉപയോഗിച്ചിരുന്നു. കാര്യം അതിൽ ലാക്ടോസ് ഉള്ള ഷുഗർ ഉണ്ട്. അത് നമുക്ക് ദോഷം ചെയ്യത്തില്ല, ചെറിയ അളവിൽ. അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. കാര്യം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ട് ഇരിക്കുവാണ്, നമുക്ക് സ്ട്രോങ് ബോൺസ് വേണം, ടീത്ത് വേണം. അതൊക്കെ അതിനുവേണ്ടി നമ്മൾ മിൽക്ക് പ്രൊഡക്ട്സും അങ്ങനെ ഒഴിവാക്കരുത്. പിന്നെ ഫ്രൂട്ട്സ് യൂസ് ചെയ്തിരുന്നു. ഫ്രൂട്ട്സിലുള്ള ഷുഗർ ഫൈബറോട് കൂടി വരുന്ന ഷുഗർ ആയതുകൊണ്ട് കാര്യമായിട്ട് ദോഷം ചെയ്യത്തില്ല. ചെറിയൊരളവിൽ ആവശ്യത്തിന് ഫ്രൂട്ട്സ് ഞാൻ യൂസ് ചെയ്തിരുന്നു. ഇതൊഴികെ ബാക്കി എല്ലാതരം ഷുഗറും പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അപ്പോൾ എനിക്കുണ്ടായ ഗുണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഡൈജഷൻ. പ്രോപ്പർ ഡൈജഷനായിരുന്നു നടന്നിരുന്നത്. കാര്യം നമ്മുടെ ഗട്ട് ബാക്ടീരിയയ്ക്ക് ഒരു അമിത അളവിൽ മധുരം കഴിക്കുവാണെങ്കിൽ അത് ബ്ലോട്ടിങ്, അങ്ങനെ പല ബ്ലോട്ടിങ്, പിന്നെ അങ്ങനെ ഇൻഡൈജഷൻ, പിന്നെ മെറ്റബോളിസം സ്ലോ ആകുക, അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. ഈ ഷുഗർ ഒഴിവാക്കിയപ്പോഴത്തേക്കും നല്ല പ്രോപ്പർ ഡൈജഷനാണ് സംഭവിച്ചത്. രണ്ടാമത്തെ കാര്യം സ്ലീപ്പ്. നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടി. ഇതിനു മുൻപ് നേരത്തെയൊക്കെ അമിത അളവിൽ മധുരം കഴിക്കുന്ന സമയത്തൊക്കെ ഉറങ്ങാൻ കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരത്തില്ല. കുറേ സമയം കഴിഞ്ഞാണ് ഉറക്കം വരുന്നത്. പിന്നെ ഉറങ്ങിയാലും രാത്രി 1-2 തവണയൊക്കെ എഴുന്നേക്കും. ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയപ്പോഴത്തേക്കും നല്ല സൗണ്ട് സ്ലീപ്പ് കിട്ടി. നല്ല കുഞ്ഞുങ്ങളെ പോലെ ഒരുപാട് സമയം ഉറങ്ങാൻ പറ്റി. കിടന്ന ഉടനെ ഉറക്കം കിട്ടുകയും ചെയ്തു. രാത്രി ഉറക്കം ഉണർന്നുമില്ല, നല്ല ഉറക്കം കിട്ടി. അതുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം ഡ്രസ്സ്. ഞാൻ 1 കിലോയോളം കുറഞ്ഞു. മാത്രമല്ല ഇഞ്ച് ലോസ് നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഡ്രസ്സൊക്കെ നല്ല ലൂസായി നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ഷുഗർ ഇല്ലാതെ ഒരു ഡയറ്റ് നിങ്ങൾക്കും ഫോളോ ചെയ്യാം. അതിൽ വേറെ റൂളൊന്നുമില്ല. ഒരു തരത്തിലുള്ള ഷുഗറും ഡയറ്റിൽ ആഡ് ചെയ്യരുത്. ഈ കെച്ചപ്പ്, സോസ്, അതിലെല്ലാം ഷുഗർ അടങ്ങി, ഷുഗറും സോൾട്ടൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഒഴിവാക്കണം. പിന്നെ സാലഡിലെ ഡ്രസ്സിങ്ങൊക്കെ, മധുരം ചേർന്ന ഡ്രസ്സിങ്ങൊക്കെ മിക്ക സാലഡിൽ വരുന്നുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ട് അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കും അങ്ങനെ ഇരുന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത് കമൻസിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ എനിക്കത് നല്ല ഇൻട്രസ്റ്റുള്ള കാര്യമാണത്. നല്ലൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, ഷുഗർ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കമൻസിലൂടെ കൂടുതൽ കിട്ടുന്ന ചോദ്യമാണ് ഷുഗറിന്, അതായത് വൈറ്റ് ഷുഗർ പകരം സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുവാണെന്ന്. ബ്രൗൺ ഷുഗർ, ജാഗറി, ഹണിയൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഹണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഹണിയിൽ നേച്ചറിന് പ്യൂറസ്റ്റ് ഫോമിൽ കിട്ടുവാണെങ്കിൽ കുറച്ച് ഹണി ഡയറ്റിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലതാണ്. പക്ഷേ നമുക്ക് നല്ലത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കുറച്ച് ഡയറ്റിൽ ആഡ് ചെയ്യാം. പിന്നത്തെ കമൻസിൽ കിട്ടുന്ന പിന്നത്തെ ചോദ്യമാണ് ഷുഗർ ക്രേവിങ്സ് എങ്ങനെ ഒഴിവാക്കാമെന്ന്. അതിനൊറ്റ ഉത്തരവുള്ളൂ, ഷുഗർ അങ്ങ് ഒഴിവാക്കിയിരിക്കുക. കാര്യം എൻ്റെ ഒരു അനുഭവത്തിൽ പറയുവാണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ബാർ ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യം 1 പീസ് കഴിക്കും. എന്നിട്ട് 1 പീസ് നിർത്തണം എന്ന് വിചാരിക്കും, പറ്റത്തില്ല, അടുത്ത പീസ് കഴിക്കും. പിന്നെ ആ ചോക്ലേറ്റ് മുഴുവൻ തീർന്നിട്ടേ ഉള്ളൂ എനിക്കൊരു സമാധാനം വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ മിക്ക ആൾക്കാരുടെ കാര്യം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഷുഗർ കഴിക്കുന്നതനുസരിച്ച് ക്രേവിങ്സ് കൂടുകയാണ് ചെയ്യുന്നത്. ഷുഗർ ക്രേവിങ്സ് കുറയണമെങ്കിൽ ഷുഗർ അങ്ങ് പാടി ഒഴിവാക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എനിക്കൊരു തംസ് അപ്പ് തരിക. പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.